CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കണം. അവിടുത്തെ സ്ഥലം MLA കാണാനില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം ചോദിച്ചു, എവിടെ MLA എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, എവിടെയെന്ന് അന്വേഷിക്കുന്ന സമയത്ത് നാരായണനെ ഗോവിന്ദനെ ഒന്ന് നോക്കാൻ ഞങ്ങൾക്ക് ഇവിടെ നേരെയില്ല എന്നൊരു വർത്തമാനം. അപ്പോൾ സ്ഥലം MLA അവർ ഉപേക്ഷിച്ചോ? അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം CPM മുകേഷിന് ഒരു അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംരക്ഷിക്കാവുന്നതിൻ്റെ മാക്സിമം സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും SIT-യുടെ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ മുകേഷ് കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കുറ്റപത്രം കോടതി സമർപ്പിച്ചിട്ടുള്ളത്. അതോടുകൂടി CPM-ന്റെ ന്യായീകരണങ്ങളെല്ലാം തീർന്നു. ഇനിയും മുകേഷിനെ താങ്ങിക്കഴിഞ്ഞാൽ വലിയ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും CPM-നില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് മുകേഷിൻ്റെ സ്വന്തം മണ്ഡലമാണ്. അവിടെയുള്ള സംസ്ഥാന സമ്മേളനത്തിൽ മുകേഷ് പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് മുകേഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, സംസ്ഥാന സമ്മേളനത്തിൻ്റെ ദിവസം ഞാൻ കൊല്ലത്തുണ്ടാവില്ല എന്ന് പാർട്ടിയെ നേരത്തെ അറിയിച്ചിരുന്നു, അതുകൊണ്ട് പാർട്ടി എന്നെ ക്ഷണിച്ചില്ല എന്നാണ് മുകേഷ് പറഞ്ഞത്. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം കേരളത്തിലെ ആളുകൾ മണ്ടന്മാരാണ് എന്നാണ് ഇവരൊക്കെ കരുതുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം CPM-ന്റെ അണികൾ ഒരുപക്ഷെ അത് വിശ്വസിച്ചേക്കും. ഫ്ലെക്സിൽ പോലും കാണാനില്ല എന്നുള്ളതാണ്. അതെ, ഫ്ലെക്സിൽ പോലും വെച്ചിട്ടില്ല. കാരണം ഫ്ലെക്സിൽ പോലും വെച്ചാൽ ഇനി ഒരു പക്ഷേ കൊല്ലത്ത് ഒരു CPM-ന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും അവിടെ വിജയിക്കുമോ എന്ന് CPM-ന് സംശയമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും മുകേഷിനെ വിളിച്ച് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെങ്കിൽ വലിയ പണി കിട്ടുമെന്നുള്ളത് CPM-ന് 100% അറിയാം. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, നാരായണനെയും മറ്റാളുകളെയും നോക്കിയിരിക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല എന്നുള്ളത്. പക്ഷേ ഇവർ മറുപടി പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ നാരായണനെയും ഗോവിന്ദനെയും ഒന്നും നോക്കിയിരിക്കാൻ സമയമില്ല എന്ന് പറയുന്ന CPM എന്ത് നോക്കിയിട്ടാണ് മുകേഷിനെ രണ്ടാമതും അവിടെ മത്സരിപ്പിച്ചത് എന്നൊരു ചോദ്യവും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മുകേഷിനെ തന്നെ MLA ആയിരിക്കുന്ന സമയത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു എന്നുള്ളതും ചെയ്തത് CPM തന്നെയാണ്. ഈ സമയത്ത് CPM-ന്റെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ കയ്യിലുള്ള ഒരു സർക്കാരാണ് ഇത് ചെയ്തത്. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഇരട്ടത്താപ്പ് നയം മാത്രമാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഗോവിന്ദ മാഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. പക്ഷേ CPM-നെ അതിഭയങ്കരമായി ന്യായീകരിച്ചുകൊണ്ടിരുന്ന മുകേഷിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ വളരെ പരിതാപകരം എന്ന് പറയുന്നത്. മുകേഷ് സത്യത്തിൽ അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. കോടതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടേ ഉള്ളൂ, ഇനി വിചാരണ തുടങ്ങണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും മുകേഷിനെ ഇത്ര പെട്ടെന്ന് CPM ഒരു അകറ്റി നിർത്തൽ എന്തുകൊണ്ട് ചെയ്തു എന്നത് ഒരു വലിയ ചോദ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം പല രാഷ്ട്രീയ കൊലപാതക കേസുകൾ, പലതരത്തിലുള്ള ആരോപണങ്ങൾ, P. ശശിക്കെതിരെ ആരോപണം വന്നു, അങ്ങനെയൊക്കെയുള്ള സമയത്തും CPM അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM തയ്യാറായിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, സിനിമയ്ക്കകത്ത് നടക്കുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് CPM-നറിയാം. ഇപ്പോൾ സ്ത്രീ സുരക്ഷ, നവോത്ഥാനം തുടങ്ങിയിട്ടുള്ള പല മുദ്രാവാക്യങ്ങളുമാണ് CPM ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരിക്കുന്ന സമയത്ത് ഇപ്പം മുകേഷിനെ കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ട് പിണറായിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പിണറായിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് പിണറായിയുടെ ഒരു സപ്പോർട്ട് മുകേഷിന് ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു കുറ്റപത്രത്തിൽ മുകേഷ് പ്രതിയാണ് എന്ന രീതിയിലൊരു കുറ്റപത്രം കോടതിയിൽ പോയില്ലായിരുന്നല്ലോ. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സംസ്ഥാന സർക്കാർ ഈ കേസിനകത്ത് മുകേഷ് പ്രതിയാണ് അല്ലെങ്കിൽ മുകേഷിനെ പ്രതിയാക്കേണ്ടതില്ല എന്നൊരു കാര്യമൊന്നും SIT-യോട് പറഞ്ഞിട്ടില്ല. അവരോട് സ്വതന്ത്രമായി അന്വേഷിച്ച് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ അത് ആ ഫൈൻഡിങ്സ് കോടതിയിൽ കൊടുത്തോളൂ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ കുറ്റപത്രത്തിൽ ഊരിപ്പോരാനുള്ള വല്ല ലൂപ്പ് ഹോൾസും ഇട്ടുകൊണ്ടാണോ ആ കുറ്റപത്രം തയ്യാറാക്കിയത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മുകേഷിനെ CPM സംരക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. നമ്മൾ അറിഞ്ഞത് കൊടിയോ തോരണോ, അതായത് ആ ഏരിയയിൽ, ജില്ലയുടെ ഏരിയയിൽ പോലും ഉണ്ടാവരുതെന്നാണ് മുകേഷിനെ അറിയിച്ചിരിക്കുന്നതെന്ന് അറിയണ കേട്ടത്. കാരണം പരിസരത്ത് നിന്റെ മുഖം കണ്ടുകൂടാ എന്ന് പിണറായി പറഞ്ഞതുപോലെയാണ് തോന്നുന്നത്. അല്ല, ഈ കൊല്ലത്ത് ജനങ്ങൾ വോട്ട് ചെയ്ത് CPM-ന്റെ മുഖമായി വിജയിപ്പിച്ച ഒരാളെ രക്ഷയില്ലാത്തത് കൊണ്ടാണ് CPM-ന് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ, ഒരു ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് CPM-ന് വലിയ അടിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പിണറായിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് മുകേഷിനോട് രാജിവെക്കണം എന്ന് പറയാൻ കഴിയാത്തത്. പക്ഷെ ദയവായി ഈ മുഖം ഇവിടെ വന്ന് കാണിച്ച് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പിണറായി പറഞ്ഞിരിക്കുന്നത്
ഇനി കൊല്ലത്തുള്ള ഒരു MLA എങ്ങനെ നോക്കുമെന്നാണ് ഞാൻ ആലോചിച്ചത്. അല്ല, കൊല്ലത്തുള്ളവർ MLA എങ്ങനെ നോക്കുമെന്നുള്ളതും മുകേഷ് എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നുള്ളതും ഇനി CPM എന്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുമെന്നുള്ളതൊക്കെ വലിയ ചർച്ചയാവേണ്ട വിഷയമാണ്. കാരണം അത് എങ്ങനെയാണ് CPM അതിനെ നേരിടാൻ പോകുന്നത്. പക്ഷേ തൊലിക്കട്ടി വളരെയധികമുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ CPMനെ മറ്റൊരാളെ അവതരിപ്പിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ തെറ്റ് ചെയ്ത ആളുകളെ ഞങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായി അന്വേഷണം നടത്തിയിട്ടുണ്ട്, ആ അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ആര് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല CPM, അത് മുകേഷ് ചെയ്താലും ആര് ചെയ്താലും അങ്ങനെ തന്നെയാണ് എന്ന ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അവിടെ വേറൊരാളെ പ്രതിഷ്ഠിക്കാനായിരിക്കും CPM ശ്രമിക്കുക. ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പല നേതാക്കന്മാർക്കെതിരെയും അവിടെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ചില മന്ത്രിമാരൊക്കെ ആവശ്യത്തിന് വിചാരിച്ച പോലെ ഉയർന്നിട്ടില്ല എന്ന റിപ്പോർട്ടാണ് CPM വെച്ചിട്ടുള്ളത്. പക്ഷേ പിണറായിക്ക് 100% മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പിണറായി വിജയൻ നടത്തിയത് എന്നാണ് CPMൻ്റെ ഒരു ഫൈൻഡിങ്സ്. ഈ ഒരു റിപ്പോർട്ടിൽ പോലും എനിക്ക് തോന്നുന്നു മുകേഷിനെതിരെ എന്തെങ്കിലും സംസാരിച്ചതായിട്ട് അല്ലെങ്കിൽ മുകേഷിനെതിരെ എന്തെങ്കിലും പരാമർശം ഉള്ളതായിട്ടൊന്നും നമുക്ക് വാർത്തകളിൽ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മുകേഷിൻ്റെ പേര് തന്നെ അവിടെ വെറുതെ പറഞ്ഞിട്ട് വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് അത് വീണ്ടും ഒരു പണി വാങ്ങരുത് എന്നൊരു നിലയിലേക്ക് CPM പോയതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ തോന്നുന്നത്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? മുകേഷിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തള്ളി എന്നുള്ള കാര്യം ജനങ്ങൾക്കും വ്യക്തമാവും. ഇനി മുകേഷിന് അവിടെ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാത്ത രീതിയിൽ അടുത്ത ജില്ലയിലേക്ക് ഓടിച്ചതായിട്ടാണ് തോന്നുന്നത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ മുകേഷ് ഒരുപാട് കാലം CPMനെ നിരന്തരമായി സഹായിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി മുകേഷ് പാർട്ടിക്ക് വേണ്ടി കുറയ്ക്കാണ്ട് പഴയ പോലെ കോമഡിയൊക്കെ ചെയ്ത് ചാനലുകളിൽ പരിപാടിയും ചെയ്ത് നടന്നാൽ മതി എന്നായിരിക്കും പാർട്ടി തീരുമാനം. അത് തീർച്ചയായിട്ടും. കാരണം ഇനി എന്തായാലും മുകേഷിന് പാർട്ടി സീറ്റ് കൊടുക്കില്ല. കാരണം CPMന് മതിയായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ആത്മാർത്ഥതയോടെയുള്ളൊരു മതിയാവലാണോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അത് തിരുത്തി ഒരു തെറ്റ് കണ്ടിട്ട് ആ തെറ്റ് തിരുത്തി മുകേഷിനെ ഇനി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രക്ഷയില്ലാതെ ഗത്യന്തരമില്ലാതെയാണ് CPM ഇപ്പോൾ മുകേഷിനെ മാറ്റി നിർത്തിയതെന്ന കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം CPMൻ്റെ പല ഇടപെടലുകളുമായി ബന്ധപ്പെട്ടും പല ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ മുകേഷിന് വളരെ കൃത്യമായ റോൾ ഉണ്ടായിരുന്നു. ആ റോൾ പണ്ട് മുതലേ തുടർന്നു വരുന്നുമുണ്ട്. അങ്ങനെ ഒരു റോൾ ഉള്ളതിൻ്റെ പ്രതിഫലമായിട്ട് തന്നെയാണ് മുകേഷിന് ഈ പറയുന്നത് പോലെ കൊല്ലത്ത് സീറ്റ് കൊടുത്തത്, വീണ്ടും അവിടെ മത്സരിപ്പിച്ചത്, വീണ്ടും ഈ പറയുന്നത് പോലെ മൂന്നാമത്തെ ടേമിൽ അവിടെ ലോക്സഭയിലേക്ക് മുകേഷിനെ മത്സരിപ്പിച്ചത്. അപ്പോൾ CPMൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മുകേഷിന് അവിടെ നല്ലൊരു ജനപിന്തുണയുണ്ട് എന്നുള്ളതായിരുന്നു CPMൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തകർന്നു പോയത് ഇപ്പോൾ ഈ അവസാനം SIT കുറ്റപത്രം കൊടുക്കുകയും ആ കുറ്റപത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതോടുകൂടിയാണ്. ഇത് മാത്രമല്ല, മുകേഷുമായി ബന്ധപ്പെട്ട് മുകേഷ് പല ആളുകളുമായി സംസാരിക്കുന്ന, അതായത് ഈ പറയുന്ന ഈ കേസിൽ ഉൾപ്പെട്ടതല്ലാത്ത ചില വ്യക്തികളുമായിട്ട് മുകേഷ് നടത്തുന്ന ചില സംസാരങ്ങളൊക്കെ പല ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു, പല ഓൺലൈൻ ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടാൽ യഥാർത്ഥത്തിൽ പല ആളുകളുടെയും ഒരു നാണക്കേട് തോന്നുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങൾ മുകേഷ് അതിൽ നടത്തുന്നുണ്ട് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ന്യൂസുകൾ നിരന്തരമായി വരികയും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് CPMൻ്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ചില വാചകങ്ങൾ ഒരു സ്ത്രീയെ വിളിച്ചു പറയുന്നു, മറ്റൊരു ഇതുപോലെ തന്നെ 1, 2, 3 സ്ത്രീകളെ വിളിച്ചു പറയുന്നു, ഇത്തരം സംഭാഷണങ്ങളെല്ലാം പുറത്തു വരുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ CPMൻ്റെ ഉള്ളിലും LDFിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. CPI ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് LDF യോഗത്തിൽ മുകേഷിനെതിരെ പ്രതികരിച്ച ഒരു വാർത്ത ആ സമയത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് CPMന് ഗത്യന്തരമില്ലാതാവുകയും മുകേഷിനെ അകറ്റി നിർത്തണം എന്നുള്ളൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്, മുകേഷ് എന്തായാലും ഇനി മുകേഷിനെ മത്സരിപ്പിക്കില്ല. പക്ഷെ മുകേഷിനെ മത്സരിപ്പിക്കാത്തത് കൊണ്ട് അവിടെ പുതിയ ആളുകൾക്ക്, ഇപ്പോൾ ചിന്താചരവും പോലുള്ള അല്ലെങ്കിൽ മറ്റ് പാർട്ടിയുടെ യുവ നിരയിലുള്ള പല ആളുകൾക്കും ഒരുപക്ഷെ അവിടെ സാധ്യതയുണ്ട്, ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സന്തോഷിക്കുന്ന ആളുകളും അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ സിനിമാ മേഖലയിൽ തന്നെ മുകേഷുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പൊതുപരിപാടികളിലും അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നില്ല. ഒരു MLA എന്നുള്ള നിലയിൽ പോലും കൊല്ലത്ത് പല പരിപാടികളിലും മുകേഷ് പങ്കെടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് മുകേഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതുകൊണ്ടും പലതരത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടതുകൊണ്ടും കേസ് ഇങ്ങനെ കോടതിയിൽ നിൽക്കുന്നത് കൊണ്ടും മുകേഷിൻ്റെ ഇമേജ് ആകെ ഇടിഞ്ഞ് ഡൗൺ ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മുകേഷിനെ CPM മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. എന്തായാലും മുകേഷിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അദ്ദേഹം പറഞ്ഞതുപോലെ ഇനി സിനിമയിലൊക്കെ അഭിനയിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോമഡി ഷോകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും മുകേഷിന് നല്ലത് എന്ന തീരുമാനം പാർട്ടിയും എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തിനും നല്ലത്. തീർച്ചയായും.